കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു കല്യാണത്തിൻ്റെ കഥയായാലോ? കഥയുടെ പേര് ഒരു അപൂർവ മാംഗല്യം. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും സർവ്വ ജീവജാലങ്ങളും വല്ലാത്ത സന്തോഷത്തിലാണ്. കാര്യമെന്താണെന്നല്ലേ? നാളെയാണ് സൂര്യൻ്റെ മംഗല്യം. പകൽ മുഴുവൻ ചൂടും വെളിച്ചവുമേകി കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണ് വിവാഹം കഴിക്കുന്നത്. മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും കാട്ടിലെ സർവ്വ ജീവജാലങ്ങളും വല്ലാത്ത ആഹ്ലാദത്തിമിർപ്പിലാണ്. തവളകളുടെ ക്രോക്രം വിളികളും കുയിലുകളുടെ കളകൂചനവും ചീവീടുകളുടെ ചിൽച്ചിൽ നാദങ്ങളും തുടങ്ങി കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും മുഴക്കുന്ന നാദങ്ങളാൽ കാടാകെ ഉത്സവച്ചായ തന്നെ. എല്ലാം കണ്ടുകൊണ്ടും എന്നാൽ മുന്നിലെ കാഴ്ചകളിൽ യാതൊരു താല്പര്യവും കാട്ടാതെയും ഒരു തവളമുത്തശ്ശൻ ഒരു പാറപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആഹ്ലാദാരവം അസഹനീയമായപ്പോൾ തവളമുത്തച്ഛന് പ്രതികരിക്കാതിരിക്കാനായില്ല. നിർത്തിനടാ നിങ്ങളുടെ ആഭാസ പ്രകടനങ്ങൾ. എന്തു കണ്ടിട്ടാ നിങ്ങളിങ്ങനെ ഒച്ച വയ്ക്കുന്നത്? ഒറ്റ സൂര്യനായിട്ട് പോലും നമുക്ക് വരൾച്ച സഹിക്കാനാവുന്നില്ല. വേനൽക്കാലമായാൽ കുളവും കിണറും മാത്രമല്ല, എല്ലാ ജലാശയങ്ങളും വറ്റി വരളും. ഇക്കണക്കിന് സൂര്യൻ വിവാഹം കഴിച്ച് അനേകം കുട്ടി സൂര്യന്മാർക്ക് ജന്മം നൽകിയാൽ നമ്മുടെ ഗതി എന്താവുമെന്ന് ചിന്തിച്ചാണോ നിങ്ങളിങ്ങനെ ആഹ്ലാദിക്കുന്നത്? തവളമുത്തച്ഛൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഒന്നും മിണ്ടാനാകാതെ എല്ലാവരും നിശബ്ദമായി ഇരുന്നു. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.